തല മൊട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടനയായ മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി. ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന സന്ദേശവുമായാണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത്. തലമുണ്ടനം ചെയ്തവരെയും തലയിൽ ചെറുപ്പകാലത്തെ മുടിയില്ലാത്തവരെയും അകാല കഷണ്ടിയിൽ മുടിനാശം വന്നവരെയും തമാശ രൂപേണയാണെങ്കിലും നാട്ടാരൊക്കെ വിളിക്കുന്നത് മൊട്ടകൾ എന്നാണ്. എന്നാൽ ഈ വിളിയെ അംഗീകാരമായി കണ്ട് ഒരു കൂട്ടം യുവാക്കൾ ബോധവൽക്കരണ പരിപാടികളുമായി ഇറങ്ങിയിരിക്കുന്നത് മാതൃകയായിരിക്കുന്നു. അസ്തമയ സൂര്യന്റെ സായാഹ്ന കിരണങ്ങളേറ്റ് ഇവരുടെ മൊട്ടത്തലകൾ വെട്ടിത്തിളങ്ങിയെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ആലപ്പുഴ കടപ്പുറത്ത് ഇവർ നടത്തിയത്. കാസർഗോഡ് നിന്നും തുടങ്ങിയ യാത്ര ഇന്ന് ആലപ്പുഴയുടെ മണ്ണിൽ, ആലപ്പുഴ എന്ന് പറയുമ്പോൾ ബീച്ചാണ് ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയത്. ആലപ്പുഴയെ നമ്മൾ ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ജനസമുദ്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ജനസാഗരത്തിന് മുന്നിൽ മൊട്ട ഗ്ലോബൽ മെമ്പർമാർ നിന്നുകൊണ്ട് സമൂഹത്തിന് ചില സന്ദേശങ്ങൾ. ഈ സംഘടന 34 രാജ്യങ്ങളിലുണ്ട്, 1400-ലേറെ ആളുകളുണ്ട്. നമ്മളിവിടെ നടത്തുന്ന ഒരു കൊച്ചു പരിപാടിയാണെങ്കിൽ പോലും ഇത് ആയിരക്കണക്കിന് ആളുകൾ ഇത് സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും അത്രയും ആളുകളിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും മുഖം എത്തും. അത് വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്, സംഘടനയുടെ ഇൻഫ്ലുവൻസ് ആണ്. ആ സാധ്യത മുതലെടുത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള വളരെ ഒരു സന്ദേശയാത്ര നമ്മൾ നടത്തുകയാണ്. ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന സന്ദേശവുമായി തലമൊട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടനയായ മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മെയ് 4-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശ കേരളയാത്ര ആലപ്പുഴയിൽ പര്യടനത്തിന് എത്തുകയായിരുന്നു. ജാഥ ക്യാപ്റ്റൻ ഫൗണ്ടർ പ്രസിഡന്റ് സജീഷ് കുട്ടനെല്ലൂരിനെ മൃദൽ എസ് ജോസ് ഹാരമണിയിച്ച് സ്വീകരിച്ചു. ലഘുലേഖയുടെ പ്രകാശനം TJ സുമിത് നിർവഹിച്ചു. ബീച്ചിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച ലഹരി ഉപേക്ഷിക്കൂ, ജീവിതം ആസ്വദിക്കൂ എന്ന ലഘുലേഖ വിതരണം ചെയ്തു. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലെ അംഗങ്ങൾ ടീമുകളായി തിരിഞ്ഞ് ലഘുലേഖ വിതരണത്തിന് നേതൃത്വം നൽകി. വൈകിട്ട് 5:30 ആലപ്പുഴ ബീച്ചിൽ നടന്ന സംഗമം പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടർ പ്രസിഡന്റ് സജീഷ് കുട്ടനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നാദിൽ സെയ്ദ് നേതൃത്വം നൽകി. S. ലുക്മാൻ, മനേഷ് M. ജോൺ എന്നിവർ സംസാരിച്ചു. 34 രാജ്യങ്ങളിലായി 1400-ലേറെ സന്നദ്ധ പ്രവർത്തകർ സംഘടനയുടെ ഭാഗമായുണ്ട്. മനുഷ്യരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായ ഇടപെടലുമായി രജിസ്റ്റേർഡ് സംഘടനയായ മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ ജനങ്ങൾക്കൊപ്പം ഉണ്ട്. രക്തദാന ബോധവൽക്കരണ ശില്പശാലകൾ, ദേഹനിന്ദയാൽ ബലിയാടാകുന്നവരെ ചേർത്ത് പിടിക്കാൻ നടത്തിയ ക്യാമ്പയിൻ എന്നിവ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുവാക്കളെയും വരും തലമുറയെയും ലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് ബോധവൽക്കരണം നടത്തേണ്ടത് അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മൊട്ട ഗ്ലോബൽ കേരളത്തിന്റെ മണ്ണിലൂടെ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുമായി മുന്നിട്ടിറങ്ങാൻ തീരുമാനിച്ചത്. മെയ് 18-ന് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ യാത്ര സമാപിക്കുമെന്നും സെക്രട്ടറി അരുൺ G. നായർ, ട്രഷറർ നിയാസ് പാറയ്ക്കൽ എന്നിവർ അറിയിച്ചു. മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കടപ്പുറത്ത് ലഹരി ഉപേക്ഷിക്കൂ, ജീവിതം ആസ്വദിക്കൂ എന്ന ലഘുലേഖ വിതരണം ചെയ്ത മൊട്ട സംഘത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്.